ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇന്ന് നമ്മൾ SIR ഫോം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് നമുക്കിന്ന് കാണാം. ഈ ഫോം മോസ്റ്റ്ലി എല്ലാവർക്കും ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ ഫോം വന്നിട്ട് നേരത്തെ 2003 വന്നതാണ്. ഇപ്പൊ ഈ വർഷം കൂടെ വന്നിരിക്കുകയാണ്. സോ ഈ ഫോമിനെ നിങ്ങൾ എല്ലാവരും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഫോമിനെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ ഇനി വരുന്ന ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, SIR ഫോം എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവരവരെ ഏരിയയിൽ ഒരു BL ഓഫീസ് ഉണ്ടാകും. ആ ഓഫീസിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ ഫോം കൊണ്ട് വീട്ടിൽ കൊണ്ട് തരുന്നതാണ്. സോ മോസ്റ്റ്ലി എല്ലാവരുടെ വീട്ടിൽ ഈ ഫോം കിട്ടിയിട്ടുണ്ടാകും. സോ ഈ ഫോമിനെ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഈ ഫോമിനെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ക്ലിയർ കാണൂല. ഈ ഫോം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഫോം ഞാൻ എടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് SIR ഫോം BL ഓഫീസുകാർ വന്ന് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫോം നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുകളിൽ കാണുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോയും ആൻഡ് QR കോഡ്, അഡ്രസ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ടാകും. അതിന്റെ താഴെ കാണുന്ന ഫോംസിലാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങളെ ആധാർ കാർഡിന്റെ നമ്പർ കൊടുക്കണം. എന്നിട്ട് നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പറാണ് ഇവിടെ കൊടുക്കണം. നിങ്ങൾ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പർ തന്നെ ഇവിടെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നാലാമത്തെ കോളത്തിൽ നിങ്ങളെ അച്ഛൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ അച്ഛൻ്റെ വോട്ടർ IDയുടെ നമ്പർ ഇവിടെ കൊടുക്കണം. ആറാമത്തെ കോളത്തിൽ നിങ്ങളെ അമ്മയുടെ പേര് കൊടുക്കണം. അതിനുശേഷം ഏഴാമത്തെ കോളത്തിൽ നിങ്ങളെ അമ്മയുടെ വോട്ടർ IDയുടെ നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷമുള്ള രണ്ട് കോളത്തിലും നിങ്ങളെ ഹസ്ബൻഡിൻ്റെ, നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിൻ്റെ പേര് കൊടുക്കണം. അതിൻ്റെ താഴെ നിങ്ങളെ ഹസ്ബൻഡിൻ്റെ വോട്ടർ IDയുടെ നമ്പർ കൊടുക്കണം. അഥവാ മെന്നാണെങ്കിൽ അവരെ വൈഫിൻ്റെ നെയിം കൊടുക്കണം. എന്നിട്ട് അവരെ വോട്ടർ IDയുടെ നമ്പർ ഇവിടെ കൊടുക്കണം. ഓക്കെ, അങ്ങനെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം അതിൻ്റെ താഴെ ഈ കാണുന്ന ഇവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2005 വോട്ടർ ID ക്രിയേറ്റ് ചെയ്തവർ ഇവിടെ ഈ ഫോമിൽ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം, എവിടെ നിന്നാണ് നമുക്ക് കിട്ടും ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാം. ഇതാണ് ആ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR. സോ ഈ ഫോമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് ലാസ്റ്റ് SIR എവിടെ ഇരിക്കണം നമുക്ക് നോക്കണം. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് 2002 5 നിങ്ങളെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മാത്രം ഇവിടെ കാണിക്കും. ഇനി ഇവിടെ സ്റ്റേറ്റിൽ പോയിട്ട് നിങ്ങളെ സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് വ്യൂ കൊടുത്തിട്ട് ഓപ്പൺ ആകുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബൈ നെയിം ആൻഡ് സെർച്ച് ബൈ എപ്പിക് മാത്രം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഈ 3 ഓപ്ഷൻ എക്സ്ട്രാ കൂടെ വന്നിരിക്കുകയാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് അസംബ്ലി അറിഞ്ഞൂടാത്തവർക്ക് 2002 അസംബ്ലി നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് കാണുമ്പോൾ നിങ്ങളെ സ്റ്റേറ്റിലുള്ള ഏതൊക്കെ അസംബ്ലീസ് ഉണ്ടെന്ന് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങളെ നാട്ടിൻ്റെ ഏതാണ് അസംബ്ലി നിങ്ങളതാണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ 2005 ക്ലിക്ക് ചെയ്താൽ അതിൽ ഏതൊക്കെ ഇലക്ഷൻ റൂൾ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ ഇവിടെ ചെന്നൈ ഉണ്ട്, ചെന്നൈ, സേലം, മധുരൈ, തിരുനെൽവേലി, ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ 37 ഡിസ്ട്രിക്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് സെർച്ച് ബൈ എപ്പിക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ വോട്ടർ IDയുടെ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ കാണുമ്പോൾ എൻ്റർ യുവർ എപ്പിക് നമ്പർ ആസ് ഓൺ ലാസ്റ്റ് SIR, അതിൽ നിങ്ങൾക്ക് നിങ്ങളെ വോട്ടർ IDയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് മാത്രം കൊടുത്തിട്ട് ഇവിടെ താഴെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് അവിടെ നിങ്ങൾ ക്യാച്ച ഒരു നമ്പർ ഇവിടെ താഴെ കാണുന്നുണ്ടാവും 8171. ആ നമ്പർ നിങ്ങൾ മുകളിൽ ഇവിടെ നിങ്ങൾ അവിടെ എന്താണ് നമ്പർ കാണിക്കുന്നോ ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഈ കോളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ മുകളിൽ കാണുന്ന 1A ആ സെയിം ടു സെയിം നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ മുകളിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ, സോ എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഇതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കും. ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ,
സോ ഇവിടെ നിങ്ങൾക്ക് പോർട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, സീരിയൽ നമ്പർ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ പേര്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ AC നെയിം, നിങ്ങളെ അസംബ്ലി നെയിം, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ വ്യൂ എന്ന് കിടക്കുന്നുണ്ടാവും, അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ, ഈ എപ്പിക് സെർച്ച് ബൈ എപ്പിക്കിൽ കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ സെർച്ച് ബൈ നെയിമിലും കൊടുത്ത് നമ്മളെ പേര് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു ചിലവർക്ക് എപ്പിക് നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ല, സോ നമ്മളെ പേര് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ, സെർച്ച് ബൈ നെയിമിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയിം ഓഫ് ദ ഡിസ്ട്രിക്ട്, ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കൊടുക്കരുത്. നിങ്ങൾ വോട്ടർ ID ഉണ്ടാക്കിയ സമയത്തിൽ ഏത് സ്ഥലത്തിലാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഉണ്ടായിരുന്നോ ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ നിങ്ങൾ അസംബ്ലി സെലക്ട് ആക്കി കൊടുക്കുക. ഇവിടെ നിങ്ങൾ അസംബ്ലി എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റിലിരുന്ന ഒരു അസംബ്ലി എല്ലാവർക്കും ഉണ്ടാകും, ആ അസംബ്ലി നിങ്ങൾ ഇവിടെ സെലക്ട് ആക്കി കൊടുക്കുക. സോ ഞാൻ എൻ്റെ ഒരു അസംബ്ലി സെലക്ട് ആക്കി കൊടുത്തു. ഈ അസംബ്ലി എല്ലാവർക്കും കാണും, ഓരോരോ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവർക്കും ഓരോരോ അസംബ്ലികൾ കാണും. സോ ആ അസംബ്ലി നിങ്ങൾ ഇവിടെ സെലക്ട് ആക്കി കൊടുക്കുക. അസംബ്ലി കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നെയിം ഓഫ് ദ ഇലക്ടറിൽ നിങ്ങളെ പേര് കൊടുക്കണം. നിങ്ങളെ പേര് ആ വോട്ടർ IDയിൽ കിടക്കുന്ന ആ സെയിം പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളെ ഫാദർ, മദർ, അതോ ഹസ്ബൻഡ്, അതിൻ്റെ ഏതെങ്കിലും പേര് നിങ്ങളെ വോട്ടർ IDയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സെയിം എക്സാക്ട്ലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ സെയിം നെയിം തന്നെ ഇവിടെ കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഫോം വന്നിട്ട് ഓപ്പൺ ആയി കിട്ടും. നിങ്ങളെ പഴയ വോട്ടർ IDയിൽ ഏതൊക്കെ പേരുകൾ കൊടുത്തിരിക്കുന്നോ അതേ പേര് തന്നെ നിങ്ങൾ ഇവിടെ സെയിം ടു സെയിം ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം നിങ്ങൾ ഇവിടെ കൊടുക്കണം. സംടൈംസ് പഴയ വോട്ടർ IDയിൽ നിങ്ങളെ പേരും അല്ലെങ്കിൽ നിങ്ങളെ അച്ഛൻ്റെ ആരെങ്കിലും പേര് വന്നിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാണും. സോ ആ പേര് വന്നിട്ട് നിങ്ങൾ ആ സെയിം ടു സെയിം ആ പേര് തന്നെ ഇവിടെ എക്സാക്ട്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫോം വന്നിട്ട് വിസിബിൾ ആകും. ഓക്കെ, അതിനുശേഷം ഇവിടെ ജെൻഡറിൽ നിങ്ങൾ സെലക്ട് ആയി കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ആയി കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാച്ച ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇതേപോലെ ഓപ്പൺ ആകും. സോ ഇവിടെ താഴെ കാണുന്ന ഏറ്റവും ലാസ്റ്റിൽ നിങ്ങളെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. AC നമ്പർ, AC നെയിം ആൻഡ് പോർട്ട് നമ്പർ, സീരിയൽ നമ്പർ, നെയിം എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഡീറ്റെയിലുകളാണ് നിങ്ങൾക്ക് ആ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ സെയിം ടു സെയിം ആ ഫോമിൽ ഫില്ല് ചെയ്യണം. അഥവാ നിങ്ങൾ ഇപ്പോഴത്തെ അപ്പോഴെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെയ്തത് ഇപ്പം കറക്റ്റായിട്ടുള്ള ആ നെയിം ഇപ്പം ആ ഫോമിൽ ഫില്ല് ചെയ്താൽ അത് അവർ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടൂല. അതുകൊണ്ട് പഴയ ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നാലും കുഴപ്പമില്ല, ആ പേര് തന്നെ നിങ്ങൾ ആ ഫോമിൽ കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ കിടക്കുന്ന ആ സെയിം ടു സെയിം ആ പേര് എല്ലാം നിങ്ങൾ ആ ഫോമിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നെ അവർ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അവിടെ കാണുന്ന വ്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ഓപ്പൺ ആകും. സോ ഈ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ആ ഫോമിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, സോ അവിടെ കിട്ടിയ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ഇലക്ടറിൻ്റെ നെയിം, എപ്പിക് നമ്പർ, റിലേഷൻഷിപ്പ് നെയിം, റിലേഷൻ്റെ നമ്പർ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, AC നെയിം, AC നമ്പർ എല്ലാം നിങ്ങളിവിടെ, പോർട്ട് നമ്പർ എല്ലാം നിങ്ങളിവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആൻഡ് സീരിയൽ നമ്പർ, പോർട്ട് നമ്പർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഫില്ല് ചെയ്യണം. അതും നിങ്ങൾ 2005 ക്രിയേറ്റ് ചെയ്ത വോട്ടർ ID കാർഡ് മാത്രമാണ് റൈറ്റ് സൈഡിൽ ഫില്ല് ചെയ്യണം. എന്നിട്ട് 2005 ശേഷം ക്രിയേറ്റ് ചെയ്തവർ ലെഫ്റ്റ് സൈഡിൽ ഫില്ല് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.